ആപ്സ് ആർ മെയ്ഡ് ഇൻ ദ കിച്ചൺ. അതായത് നിങ്ങളുടെ ആപ്സ് മസിൽസ് ഉണ്ടാക്കപ്പെടുന്നത് നിങ്ങളുടെ കിച്ചണിൽ നിന്നാണ്. നിങ്ങളിത് പലതവണ പലരിൽ നിന്നും കേട്ടിട്ടുണ്ടാവും. നമുക്കിതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇതെൻ്റെ എക്സ്പീരിയൻസ് ഒപ്പീനിയനേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതൊരു ഫാക്ട് ബേസ്ഡ് വീഡിയോ ഒന്നുമല്ല. സോ നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ ഒപ്പീനിയനോട് യോജിക്കാൻ പറ്റിയില്ല എന്ന് വരാം. അതിന് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു നറേറ്റീവാണ്. നമ്മുടെ മസിൽസ്, അതായത് ആപ്സ് മസിൽസ് ഓൾറെഡി അവിടെ ഉണ്ടാവും. എന്നാൽ നമ്മൾ ഫാറ്റ് ലൂസ് ചെയ്താൽ നമുക്ക് കാണും. സോ നമ്മൾ അധികം ആപ്സിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വേണമെങ്കിൽ നമ്മൾ കൂടുതൽ കോമ്പൗണ്ട് മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആപ്സ് നല്ല രീതിയിൽ എൻഗേജ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആപ്സിന് കൂടുതൽ വേറെ ട്രെയിനിങ് ആവശ്യമില്ല എന്നൊക്കെ പലരും പറയുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോഴും പറയുന്നുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൽ ഞാൻ വളരെയധികം വിശ്വസിച്ചിരുന്ന ഒരാളാണ്. ഞാൻ ആപ്സിന് വേണ്ടിയിട്ട് അധികം ഒന്നും ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആസ് കമ്പയർ ടു ഞാൻ അധികം കോമ്പൗണ്ട് മൂവ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ ആപ്സ് ട്രെയിൻ ആവുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ ഇതുവരെ അങ്ങനെ ഫാറ്റ് ലോസ് ചെയ്ത് കൂടുതൽ ഷ്രെഡഡ് ആവാൻ ശ്രമിച്ചിട്ടുമില്ല. എന്നാൽ ഇതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അങ്ങനെ തന്നെ ആദ്യമായിട്ട് നല്ല രീതിയിൽ ലീൻ ആയപ്പോൾ, അതായത് നല്ല രീതിയിൽ ഫാറ്റ് ലോസ് ചെയ്തപ്പോൾ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ആപ്സ് ഒന്നുമില്ല. എനിക്കിനി ആപ്സ് ഇല്ലേ, ഇനി ജനറ്റിക്കലി എനിക്ക് ആപ്സ് ഇല്ലേ എന്ന് കൂടെ ഞാൻ വിചാരിച്ചു. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി അറിയാൻ ശ്രമിച്ചു, കുറച്ചുകൂടി ഇതിനെക്കുറിച്ച് നോക്കി. അങ്ങനെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളെ ആപ്സ് കൃത്യമായിട്ട് ട്രെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്സ് മസിൽ ഡെവലപ്പ് ആവുന്നില്ല. അങ്ങനെ അതിനുശേഷം കൃത്യമായിട്ട് ഞാൻ എൻ്റെ ആപ്സ് മസിലിന് ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു ബൾക്ക് ഞാൻ ഏകദേശം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 6 മാസത്തിൻ്റെ അടുത്ത് ഡ്യൂറേഷൻ വരുന്നൊരു ബൾക്ക്. അപ്പോൾ അതിന് ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ശരിക്കും ആദ്യമായിട്ട് ആപ്സ് കാണാൻ പറ്റിയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആപ്സ് ട്രെയിൻ ചെയ്യാണ്ടിരിക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ, കൂടുതൽ പേരിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയത്, അതായത് കുറച്ചുകൂടി ജനറ്റിക്കലി ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും ആപ്സ് മസിലിനെ കൊണ്ട്. ഇപ്പം നിങ്ങൾക്ക് ചുറ്റിലും കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ജസ്റ്റ് അവർ ജിമ്മിലേക്കൊന്നും പോയിട്ടില്ലേ കൂടെ നല്ല രീതിയിൽ ആപ്സ് ഉള്ള ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനത്തെ ആൾക്കാർക്ക് ആപ്സിന് ട്രെയിൻ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. കാരണം അത് ജനറ്റിക്കലി അവർ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു മസിലാണ്. അത് അവർക്ക് ഓൾറെഡി ഡെവലപ്ഡ് ആണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ട് ഇപ്പോൾ നമ്മൾ അത്രയും ജനറ്റിക്കലി നല്ലതല്ലെങ്കിൽ, അതായത് ആപ്സ് മസിൽ നല്ലതല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെ ട്രെയിൻ ചെയ്യണം. ഇപ്പോൾ ബോഡിയിലെ മറ്റെല്ലാ മസിലിനെ പോലെ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്തിട്ട് ട്രെയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ആപ്സ് വിസിബിൾ ആവും, ഇഫ് യു ആർ നോട്ട് ജനറ്റിക്കലി ബ്ലസ്ഡ്. അതേസമയം നിങ്ങൾക്ക് ചെറുപ്പം മുതലേ നല്ല ആപ്സ് ഉണ്ടായിരുന്നു, നിങ്ങൾ ജനറ്റിക്കലി നല്ല ആപ്സ് ഉള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആപ്സിൻ്റെ ട്രെയിനിങ്ങേ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബാക്കിയുള്ള ഇപ്പോൾ കോമ്പൗണ്ട് മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ ആപ്സിന് ആക്ടിവേഷൻ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആപ്സിനായിട്ട് വർക്കൗട്ട് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കായിരിക്കും ഈ ആപ്സ് ആർ മെയ്ഡ് ഇൻ ദ കിച്ചൺ എന്നൊരു കോട്ട് ശരിക്കും കൃത്യമായിട്ട് അപ്ലൈ ആവുന്നത്. എല്ലാവർക്കും അപ്ലൈ ആവുന്ന ഒരു കോട്ടല്ലേ ഇത്. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏതൊരു മസിലിന് ട്രെയിൻ ചെയ്യുന്ന പോലെ നിങ്ങളുടെ ആപ്സ് മസിലിന് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുക, പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യുക, എന്നിട്ട് നല്ല രീതിയിൽ മസിൽ ബിൽഡ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾ ഫാറ്റ് ലോസ് ചെയ്താൽ കൂടെ നിങ്ങളുടെ ആപ്സ് നല്ല രീതിയിൽ വിസിബിൾ ആവും.